1300കളിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യാനായിട്ട് പോകുന്നത്. വിജയനഗര സാമ്രാജ്യത്തിന്റെ അവശേഷിപ്പുകളും തിരുശേഷിപ്പുകളൊക്കെ ഉള്ള ആ ഒരു സ്ഥലത്തേക്കാണ്. 50 രൂപയുടെ ഒരു പഴയ നോട്ടുണ്ട്. ഏകദേശം ഒരു 4 വർഷമായിട്ട് അങ്ങനെ പ്ലാനിങ് തുടങ്ങിയിട്ട്. മസാല ദോശ കേട്ടോ, വട എക്സ്ട്രാ ആണ്. നമ്മുടെ ഫുള്ള് സെൽഫ് സർവീസ്. നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു യശവന്തപുരം റെയിൽവേ സ്റ്റേഷൻ കേട്ടോ അത്. ഈ റോയൽ പാലസ് റൂട്ടിൽ പിന്നെ ഡോർമെറ്റ് ഉണ്ട്. വെറും 400 രൂപ ഉള്ളൂ. അതായത് ഒരാൾക്ക് 200 രൂപ മാത്രം മതി. ഗൈസ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകാനായിട്ട് പോകുന്നത് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള, അതായത് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവില്ലേ, അതെ അവിടേക്കാണ്. ഏകദേശം ഒരു 4 വർഷമായിട്ട് അങ്ങനെ പ്ലാനിങ് തുടങ്ങിയിട്ട്. പക്ഷേ പ്ലാനിങ്ങിനൊക്കെ സമയം പിന്നെ എല്ലാ സംഗതികളും ഒത്തു വരണമല്ലോ. അങ്ങനെ ഏകദേശം ഞങ്ങൾ ട്രെയിൻ ഒന്നും നോക്കിയില്ല, ട്രെയിനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എവിടേക്കാണെന്നല്ലേ, ഈ ഒരു സ്ഥലം നമ്മുടെ 50 രൂപ നോട്ടിൽ 50 റുപ്പീസ്, ഈ നോട്ടില് ഈ ഒരു സ്ഥലത്തിന്റെ പ്രധാന ചിത്രമുണ്ട്. അതെ, നമ്മൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ 2025-ലാണ്. 1300കളിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യാനായിട്ട് പോകുന്നത്. 1300 കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു സാമ്രാജ്യമായിട്ടുള്ള വിജയനഗര സാമ്രാജ്യത്തിന്റെ അവശേഷിപ്പുകളും തിരുശേഷിപ്പുകളൊക്കെ ഉള്ള ആ ഒരു സ്ഥലത്തേക്കാണ്. 50 രൂപ നോട്ടൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടാണ് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചത്. 50 രൂപേന്റെ നോട്ടൊന്നുമില്ല ഇവിടെ. ഏകദേശം 100, 20, 10 ബാക്കി എല്ലാ നോട്ടും ഉണ്ട്. 50 രൂപയുടെ നോട്ട് മിനിയേച്ചർ ഉണ്ട്. ഞാനൊരു നമ്മളെ കുട്ടിക്ക്, അനിയത്തിയുടെ കുട്ടിക്ക് കളിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ മിനിയേച്ചർ ഉണ്ട്. അതിലാണെങ്കിൽ 2000 എല്ലാ നോട്ടും കിട്ടാം. നോട്ടിന്റെ കെട്ടുകൾ തന്നെയുണ്ട്. 50 രൂപ ആരാ നമ്മളെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞേ. 50 രൂപയുടെ നോട്ട് നമ്മളടുത്ത് ആരില്ല എന്ന് പറഞ്ഞ. ഇങ്ങനെ അതിന് പിക്ചറിലുണ്ടല്ലോ. ഞാനിവിടെ കണ്ടോ, 200, 20, 10, 500, പിന്നെ ഫുള്ള് കോയിൻസ് ആണ്. എല്ലാം ഉണ്ട്. 50 രൂപയുടെ ഒരു പഴയ നോട്ടുണ്ട്. ഇത്ര അല്ല, ഇതിലാ ചിത്രമല്ല. ഇത് 50 രൂപയുടെ വേറെ നോട്ടാണ്. ഈ 50 രൂപ നോട്ടുണ്ട്. നമുക്ക് ഈ നോട്ടിൽ ആ ചിത്രമില്ല. പക്ഷെ നമുക്ക് ഈ ഒരു നോട്ട് എടുത്തു നോക്കട്ടെ. ഞാന് കിട്ടി ഗൈസ്. അപ്പൊ ഇതാണ് ആ 50 രൂപ നോട്ട് ഇട്ട. ഇതിലെ കണ്ടോ, വളരെ കുഞ്ഞു മിനിയേച്ചറാണ്. നമ്മുടെ 16,528 നമ്മള് ഗൈസ്, അപ്പോൾ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ യാത്ര എന്ന് പറയുമ്പോൾ അതിഗംഭീരമായിട്ടുള്ള ഒരു യാത്രയാണ്. എല്ലാവരുടെയും ബക്കറ്റ് ലിസ്റ്റ് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്കുള്ള ഒരു യാത്രയാണ്. അതൊക്കെ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ എത്തിയുള്ളത് യശ്വന്തപുരത്താണ്. യശ്വന്തപുരം നമ്മളെ തിരൂരിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത യാത്ര 16,528 ട്രെയിൻ നമ്പർ. നേരെ നമുക്ക് രാവിലെ 8 മണിയാകുമ്പോഴേക്കും യശ്വന്തപുരത്ത്. നമ്മളിനി പോകുന്നത് ഹംപിയിലേക്കാട്ടോ. ഹംപിക്ക് ഇവിടുന്ന് ഇനി വൈകുന്നേരമാണ് ട്രെയിൻ ഉള്ളത്. അപ്പോൾ വൈകുന്നേരം വരെ ഇവിടെ ട്രെയിൻ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. സ്ലീപ്പറാണ്. വരുമ്പോൾ ലോക്കലാണ് വന്നിട്ടുള്ളത്. വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല, കുഴപ്പമില്ലാത്ത നല്ല ഒരു യാത്ര തന്നെയായിരുന്നു. ഓക്കെ, ഇനി പല്ല് തേക്കണം. ഇത് യശവന്തപുരം റെയിൽവേ സ്റ്റേഷൻ ആട്ടോ. ഇത് ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. ഞങ്ങൾ ഇറങ്ങിയത് നമ്മൾ അപ്പുറത്തെ സൈഡിലാണ്. പിന്നെ ജസ്റ്റ് നമുക്ക് വൈകുന്നേരം വരെ സമയമുണ്ട്. ഇവിടെ നിന്ന് കറങ്ങിയിട്ടേ ഈ ടൗണൊക്കെ ഒന്ന് അറിയാലോ. അപ്പോൾ ഇനി പല്ല് തേക്കണമെങ്കിൽ നമുക്കൊരു വാട്ടർ ബോട്ടിൽ ഷോപ്പ് കണ്ടെത്തണം. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ നമ്മൾ വെള്ളമുണ്ടല്ലോ. യശ്വന്തപുരം എന്ന് പറയുമ്പോൾ മെയിൻ ടൗണാണ്. കർണാടകയെ സംബന്ധിച്ചിട്ട് മെയിൻ ടൗണാണ്. പക്ഷെ ഇവിടെ ഒരു വാട്ടർ പോയിന്റ് ഒന്നുമില്ല. വാട്ടർ പോയിന്റുകളുണ്ട്, പക്ഷെ അതിലൊന്നും വെള്ളമില്ല. അതാണ് അത്ഭുതം. നമുക്ക് എവിടെയെങ്കിലും ഇവിടെ ഉണ്ടോ നോക്കാം. എടാ, നമ്മളിവിടെ പല്ല് തേക്കാനായിട്ട് വാട്ടർ പോയിന്റ് തപ്പി കുറേ നടന്നിട്ടോ. ഈ
യശോദപുരം റെയിൽവേ സ്റ്റേഷനിൽ ഒരു വാട്ടർ പോയിന്റ് പോലും ഇല്ല. ഒന്ന് പല്ല് തേക്കാനായിട്ട് ലാസ്റ്റ് ഞങ്ങളത് വെള്ളക്കുപ്പി വാങ്ങിയിട്ടുണ്ട്. 15 രൂപയ്ക്ക് വെള്ളക്കുപ്പി വാങ്ങിയിട്ടുണ്ട്. ഇനി അതിട്ട് കാര്യം സാധിക്കില്ല, പല്ല് തേക്കണം. മസാല ദോശ കേട്ടോ, വട എക്സ്ട്രാ വാങ്ങണം. നമ്മുടെ ഫുള്ള് സെൽഫ് സർവീസ്. നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്, ഗണേഷ് ഹോട്ടൽ എന്ന പേര്. വട, ചായ, മസാലത്തിനകത്തുണ്ടാവും ചട്നി, ചായ സെപ്പറേറ്റ്. ഗൈസ്, അപ്പോൾ യശോദപുരത്ത് നിന്ന് നിങ്ങൾ യശോദപുരം റെയിൽവേ സ്റ്റേഷനിൽ വരികയാണെങ്കിൽ ഡോർമെറ്ററി അന്വേഷിച്ചിട്ട് റെയിൽവേ സ്റ്റേഷൻ നോക്കണം കേട്ടോ. അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ ഇത്രയും നേരം തപ്പിയിട്ട് ഒരു ഡോർമെറ്ററി പോലും സിസ്റ്റം കാണാനില്ല. തൊട്ട് മുന്നിലായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ റെയിൽവേൻ്റെ പുറത്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു റോയൽ പാലസ് ലോഡ്ജാണ്. ഈ റോയൽ പാലസ് ലോഡ്ജിൽ ഡോർമെറ്ററി ഉണ്ട്. വെറും 400 രൂപയുള്ളൂ. അതായത് ഒരാൾക്ക് 200 രൂപ മാത്രം മതി. ഞങ്ങൾ 7 മണി വരെ അവിടെ ഉണ്ടാവും. വൈകുന്നേരം വരെ നിൽക്കാൻ. റിസപ്ഷൻ്റെ നമ്പറാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇവിടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കിഡിലാണ് കണ്ടോ, വൈഫൈ, പിന്നെ സ്വിച്ച് ബോർഡുകൾ, അത്യാവശ്യം നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കട്ടോ. പിന്നെ ബാത്റൂംസ് ഇവിടെയുണ്ട്. റോഷൻ അവിടെ കയറി കിടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ട്രെയിൻ 8 മണിക്കാണ്. അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങും.